എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രേണുസുതിയെ കുറിച്ചിട്ടാണ്. രേണുസുതി അല്ല, രേണുസുതിയുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന നടക്കുവോ ഇറങ്ങി ഓടുവോ എന്നറിയത്തില്ല സജീവിനെ കുറിച്ചിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ സംസാരിക്കാനുണ്ടാകുന്ന കാരണം ഒക്കെ നമുക്ക് വരാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്താണെന്നൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഞാനിപ്പോ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയാത്തത് കൊണ്ട് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് തീരെ ചെയ്യുന്നില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഹൈപ്പ് കൊടുത്തേക്ക്, ലൈക്ക് കൊടുത്തേക്ക് കേട്ടോ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു ഓടി നടന്ന് വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ കാലം മുതൽ ഇന്ന കാലം വരെ രേണു എന്തൊരു വളരെതായ്മ ചെയ്താലും അതിനെ കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ സജീന ബ്ലോഗ്സ്. സജീന ബ്ലോഗ്സിന് രേണുവിനെ സപ്പോർട്ട് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ അച്ഛൻ കൊണ്ട് ബിഷപ്പ് കൊണ്ട് ഒരു കേസും വെച്ചു കൊടുത്തു. അപ്പോ രേണുവിനെ സപ്പോർട്ട് ചെയ്തതിന് ഒരു കേസും അവരനുഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും രേണു കാണിക്കുന്ന കൊള്ളരുതായ്മകളെല്ലാം അതിനെല്ലാം എതിരെ സംസാരിച്ച് ഹെയ്റ്റേഴ്സിനെ ഉണ്ടാക്കി രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഒറ്റ കാരണം കൊണ്ട് സ്വന്തമായിട്ടൊരു കേസ് എടുത്ത് തലക്കോട്ട് വെച്ചു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത സജീന പറയുന്നതിനോട് രേണു ഒരു മിനിമം മര്യാദ പുലർത്തണോ? പുലർത്തും. നമുക്ക് കാണാം, പുലർത്തുന്നത് കാണാം. ആദ്യം അവരുടെ സംസാരത്തിലേക്ക് പോകാം. കണ്ട് ആ ഒരൊറ്റ കുറെ ബൈറ്റ്സും കുറെ റീൽസും ഒക്കെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് അതിഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സ് ആണ് കിടന്ന് കറങ്ങുന്നത്. രേണുവിന്റെ മൊത്തം ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? നെഗറ്റീവ് വേണം, നെഗറ്റീവ് പറ ഭയങ്കര ആറ്റിറ്റ്യൂഡ് കൊടുത്താണ് രേണു ചെയ്തോണ്ടിരിക്കുന്നത്. നെഗറ്റീവ് പണ അതിലൂടെ നമ്മുടെ റീച്ച്, നീ നെഗറ്റീവ് പണ, ഈ ഒരു സംഭവം തോന്നി രേണു മനസ്സിൽ ചിന്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അന്ന് ദാസേട്ടൻ കോഴിക്കോട്ടും പ്രതീഷും പിന്നെ എന്താണ്ട് അക്ഷയോ മുടി വളർത്തിരുത്തനുണ്ടല്ലോ, ഇവര് മൂന്നും കൂടെ രേണുവിനെ പൊക്കി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുള്ള കോലുകൾ കളിച്ചതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് മറ്റേ ബോൾ ഇങ്ങനെ പാസ് ചെയ്ത് കളിക്കൂല്ലോ, മ്യൂസിക് തീരുമാറിലാണ് ബോൾ, അയാൾ ഔട്ടാവും. ഈ കളി കളിച്ചതിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ആ കളി ഞാൻ തോന്നുന്നത് ഏതാണ്ട് ആൽബം ഷൂട്ട് എന്നൊക്കെയാ പറഞ്ഞ്, എനിക്കറിയാൻ പാടില്ല, ഞാൻ ആൽബം ഇറങ്ങുമ്പോൾ അറിയാം. അതായത് ഫ്രണ്ട്സായ ഞാൻ പോലും രേണുവിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കുറച്ച് ഓവറാണ് കുറച്ച് ഓവറാണെന്ന്. അന്ന് അത് കഴിഞ്ഞിട്ടാണ് അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അവിടെ ഒരു കട്ട് വന്നിട്ടുണ്ട്. രേണു എന്തോ തിരിച്ചു പറഞ്ഞ് അത് കട്ട് ചെയ്തിട്ട് വീണ്ടും അതേ ഡയലോഗ് വെച്ചിട്ട് വീണ്ടും ക്രോപ്പ് ചെയ്ത് വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോ ഇത് കുറച്ച് ഓവറാണ് അത് പറയാൻ നീ ആരായിരിക്കുമോ ചോദിച്ചത് എന്ന് എനിക്കൊരു സംശയം. വേണേ നമുക്ക് ഒന്നും കൂടെ ആ സീൻ കണ്ടിട്ട് ഈ തവണ നിർത്താതെ പോവാം. അവിടെ എന്തോ ഒരു കട്ട് വന്നിട്ടുണ്ട്. രേണു എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. സജീന അന്നേരം അത് കട്ട് ചെയ്തിട്ട് രേണു പറഞ്ഞ കാര്യങ്ങൾ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് ട്രിം ചെയ്തിട്ട് അയ്യത്ത് കളഞ്ഞിട്ട് പുതിയ സാധനം ലോഡ് ചെയ്തു. അത്രയ്ക്ക് രേണുവിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സജീന ബ്ലോഗ്സ്. പക്ഷെ അവര് പെട്ട് കേട്ടോ, അവര് പെട്ട്. കാരണം ഇത് കുറച്ച് ഓവറാണ് കുറച്ച് ഓവറാണെന്ന് അന്ന് അത് കഴിഞ്ഞിട്ടാണ് അന്ന് വൈകിട്ട് നിന്നെ ഞാൻ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ആ പോസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്തു. നമ്മളത് വിളിച്ച് സംസാരിച്ചതിന് ശേഷം നമ്മളത് എഡിറ്റ് ചെയ്ത്. ഈ സജീനയ്ക്ക് പറ്റിയ സംഭവം എന്ന് വെച്ചാൽ, സജീന ഇപ്പൊ ഉദ്ദേശിക്കുന്ന ഒരു സാധനം, രേണുവിനെ ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട്. എല്ലാവരും രേണുവിനെ എതിർത്തോ മോശമായിട്ടോ സംസാരിക്കുന്ന ആളുകളല്ല. രേണുവിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മീൻസ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന, രേണുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, രേണുവിനെതിരെ നമ്മളെപ്പോലുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് അപരാധം പറയുന്ന ടീമുകളെ കുറിച്ചിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സജീന പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഇത്രയും തോന്നിവാസം തെണ്ടിത്തരം നീ കാണിച്ചിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഓഡിയൻസിന് വേണ്ടിയിട്ട് രേണുവിനെ പിടിച്ചിരുത്തി അവർക്ക് പറയാനുള്ളത് പറയുന്നു. ഇതാണ് സാധനം. ഈടാ അവരെ സപ്പോർട്ട് ചെയ്ത നീയൊക്കെ ഉണ്ടല്ലോ, നീയൊക്കെ ഇത് കേൾക്കണം. നിനക്കൊക്കെ പട്ടി വിലയാണ് രേണു തന്നിരിക്കുന്നത്. പറയട്ടെ ചേച്ചി, അവരെനിക്ക് കാശ് കൊണ്ട് തരുമോ? അവര് പറയട്ടെ ചേച്ചി, ഇതാ പറഞ്ഞുകൊണ്ടിരുന്നത്. പോസിറ്റീവായിട്ട് പറയുന്നവര് വരെ നെഗറ്റീവ്, അവര് പോട്ടെ ചേച്ചി, അവരാണോ ചേച്ചി എനിക്ക് പൈസ തരുന്നത്? അവര് പറയട്ടെ ചേച്ചി. അല്ല, അങ്ങനല്ലേ രേണു, നമ്മളവരുടെ അഭിപ്രായം കേൾക്കണ്ടേ? എന്തിനു കേൾക്കണം? അവരെനിക്ക് തന്നോ. ഇത് തന്നെയാണ് രേണു മാറ്റി തിരിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. This video is especially dedicated to those people who were supported Renu Sudhi. അവരുടെ ചങ്ക് പറിച്ചിട്ട്. ഓക്കെ, ബാക്കി നേരത്തെ തൊട്ടുള്ള ഫ്രണ്ടാണ്, എനിക്കൊരു അനിയനാണ് അവൻ. ഞാൻ ചെവിയിൽ പറഞ്ഞാണോ നിങ്ങൾക്ക് ഇത്, അതോ ആ ഡ്രസ്സാണോ നിങ്ങൾക്ക് ഇന്റിമസി, അതോ ഇങ്ങനെയൊക്കെ പറഞ്ഞാണോ നിങ്ങൾക്ക് അത്ര ഇന്റിമസി? ഞങ്ങൾക്ക് അങ്ങനെ വല്ല രഹസ്യം റൂം എടുക്കാം, ഹോട്ടൽ റൂം. അതായിരിക്കും ഏറ്റവും മികച്ചൊരു പ്രസ്ഥാനം. അതാണ് ഏറ്റവും മികച്ചത്. നിങ്ങൾ റൂം എടുക്കുവോ, തലയും കുത്തി നിൽക്കുവോ, പാർക്കിൽ പോയി നിൽക്കുവോ, എന്തെന്നോ ചെയ്യും. സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇതെല്ലാവരും റിയാക്ട് ചെയ്തത്. നിങ്ങൾ ഡ്രസ്സോ ഇങ്ങനെ ഇട്ടതോ ഒന്നുമല്ല പ്രശ്നം, അങ്ങനെ സംസാരിച്ചത് തന്നെയാണ് പ്രശ്നം. ഏതൊരു ഫ്രണ്ടിനോടാണ് അങ്ങനെ ഇന്റിമേറ്റ് ആയിട്ട് സംസാരിക്കുന്നത്? നിങ്ങൾ ഇതുവരെ ഒരു പെൺ സുഹൃത്തിനോട് അങ്ങനെ ഇന്റിമേറ്റ് ആയിട്ട് സംസാരിക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. ഈ ചെറുക്കനോടും പിന്നെ വിവാദം ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരോട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് ഇനി ആൺ സുഹൃത്തുക്കളോട് ഇങ്ങനെ രഹസ്യം പറയുന്നു, പെൺ സുഹൃത്തുക്കളോട് വേറെ രീതി രഹസ്യം പറയുന്നത്, അങ്ങനെയാണോ രേണുവിന്റെ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്? രേണു നമ്മളൊരു നെഗറ്റീവ് പറയുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം വരുമ്പോഴത്തേനും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കേ. പോട്ടെ, അക്സെപ്റ്റ് ചെയ്യണ്ട, ഈ കടന്ന് മെഴുകാതിരിക്കാൻ പറ്റുമോ? ചുമ്മാ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായത്?
അങ്ങനെ പറഞ്ഞതാ പ്രശ്നം ഉണ്ടായത്, അങ്ങനെ പറഞ്ഞതാ പ്രശ്നം ഉണ്ടായത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ. രേണു ഇനി അത് തന്നെ കാണിക്കത്തില്ലേ? ഇനി അവനെ കാണുമ്പോ അവന്റെ മറ്റേ കുഞ്ഞു പിള്ളേരെ എടുത്തോണ്ട് നടക്കുന്ന എളി കയറി ഇരുന്നിട്ട് രഹസ്യം പറ. അപ്പൊ അത് കുറച്ചും കൂടെ വന്നേക്കാം. അവന് ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് പറഞ്ഞാൽ മതി, ഞങ്ങള് ഫ്രണ്ട്സാ, എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് റൂം എടുക്കണം എന്ന് പറഞ്ഞാൽ മതി. റൂം എടുക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലാറ്റിലോട്ട് വന്നിട്ടുണ്ട്, രേണുവിന്റെ ഫ്ലാറ്റിലായിരുന്നു, രേണുവിന്റെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ട്, രേണു ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റിൽ കൂടാം എന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഇട്ടിട്ടില്ലായിരുന്നോ? ഉള്ളിലുള്ളതാണ്. പറ. അവിടെ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് വേണം കാണിക്കാൻ നിങ്ങൾ അറിയത്തില്ല, നിങ്ങൾ ആരും അറിയില്ലല്ലോ. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാനത് സിമ്പിൾ നമ്മുടെ ഒരു അനിയൻ, അല്ലെങ്കിൽ ഒരു സഹോദരൻ, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരുടെ അടുത്ത് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൽ കളയില്ല, നമ്മൾ അങ്ങനെ പറയും. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കള്ളവില്ല, രേണുവിന്റെ മനസ്സിൽ കള്ളവെന്ന വാക്കുണ്ടല്ലോ, അത് ആ വാക്കിത് കേട്ട് കഴിഞ്ഞാൽ ആ വാക്കിനത് കള്ളമായിട്ട് ഫീൽ ചെയ്യും. മനസ്സിലായോ? കള്ളവില്ലാത്ത ഒരാളെ തെറ്റിദ്ധരിച്ചെടുക്കാനുള്ള എടുത്തോളൂ. നിങ്ങളുടെ മനസ്സിന്റെ, നിങ്ങളുടെ കണ്ണിന്റെ തോന്നല്, അതെനിക്ക് പറയാനും. അല്ല രേണു, ഇപ്പൊ ആ ഒരു ഇത് കണ്ടതിന് ശേഷം നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നെഗറ്റീവായിട്ടാണ് കമന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാണുന്നവന്റെ കണ്ണിലെ കുരുവാണ്. രേണുവിനെ ഇഷ്ടപ്പെടുന്നവര് വരെ നെഗറ്റീവായിട്ട് പറയുന്നു. രേണു നമ്മളിപ്പോ അവർക്കൊരു മര്യാദ കൊടുക്കണമല്ലോ. അവന്റെ കണ്ണിലെ കുരു, കാണുന്നവന്റെ കണ്ണിലെ കുരു. ഇവിടെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും നിനക്കൊക്കെ ഇത് വേണോടാ, നീയൊക്കെ കിടന്ന് പുഴുങ്ങി ബാക്കി കേൾക്കാം. എനിക്ക് വല്ലാണ്ട് സന്തോഷമുണ്ട്. എനിക്ക് വല്ലാതെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റോ മോശമായിട്ടുള്ള ഒരു വാക്കോ വീഡിയോയിൽ പറയുന്ന ഒരുത്തനല്ല ഞാൻ. എന്റെ അടുത്ത് ഈ രേണുവിനെ കുറിച്ച് റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തൊക്കെ അപരാധമാണെന്നറിയോ ഒരുത്തന്മാരിൽ നിന്ന് കമന്റ് ബോക്സിലും ഇൻബോക്സിലും ഒക്കെ പറയുന്നത്. നിനക്കൊക്കെ വേണോടാ, സപ്പോർട്ട് ചെയ്യും, വീണ്ടും സപ്പോർട്ട് ചെയ്തിട്ട് ആ പെണ്ണിന്റെ ആട്ട് മേടിച്ചു വെക്കും കേട്ടോ. ബാക്കി കണ്ണിലെ സൗന്ദര്യമാണ്. അല്ലെങ്കിൽ ബ്ലോഗർമാരെ വിട്, ബ്ലോഗർമാരെ ഞാൻ പറഞ്ഞോട്ടെ, അതെന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ചേച്ചി. ഇതുവരെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നവരാണ്. എനിക്ക് എന്ത് സപ്പോർട്ട്? കുറെ നെഗറ്റീവ് പോസിറ്റീവ് കമന്റ്സ് ആണോ? അത് സപ്പോർട്ടാണ്. എനിക്ക് മാസം കൊണ്ട് ഇവരാരും കൊണ്ട് പൈസ തരുന്നില്ല. പോസിറ്റീവ് സപ്പോർട്ട് ചെയ്തവന്മാര് കാശ് കൊണ്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നിന്നെ ഒന്നും കേൾക്കേണ്ട കാര്യമില്ല. നീ പോസിറ്റീവോ നെഗറ്റീവോ എന്തൊരു പുല്ല് വേണേലും വിട്. പോസിറ്റീവ് ഇട്ടവന്മാര് കാശ് കൊടുത്തോ? നെഗറ്റീവ് ഇട്ടവന്മാര് കൊടുത്തില്ല. പോസിറ്റീവ് ഇട്ടവന്മാര് കൊടുത്തോ? കൊടുത്തില്ലല്ലോ. അപ്പൊ നിന്നെ എനിക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പോസിറ്റീവ് ഇട്ടവന്മാർക്കൊക്കെ സന്തോഷമായല്ലോ, വയറ് നിറച്ച് കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇന്നിന് ഫുഡ് കഴിക്കണ്ടല്ലോ. എനിക്ക് സജീനയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നി, എനിക്ക് പാവം തോന്നി. അവരെങ്ങനെയും നന്നായി ഈ പെണ്ണ് എങ്ങനെയെങ്കിലും ഒന്ന് പോസിറ്റീവ് ആക്കാന്ന് വിചാരിച്ചപ്പോ കണക്ക് പോസിറ്റീവ് ആകണ്ടെങ്കിലോ ആ ഒരു സെറ്റപ്പിലാണ് രേണു സംസാരിക്കുന്നത്. സത്യമായിട്ട് എനിക്ക് സജീനയുടെ അവസ്ഥയിൽ അതേ വിഷമം തോന്നുന്നു. കാരണം അവര് എങ്ങനെയെങ്കിലും ഒന്ന് പോസിറ്റീവ് ആക്കാൻ, അവരെങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ ഒന്ന് സോഫ്റ്റ് ആക്കാൻ ശ്രമിക്കുമ്പോഴത്തേനും രേണു എനിക്കിത് വള്ളിയാക്കിയ മതി, എനിക്ക് സോഫ്റ്റ് ആക്കണ്ട, എനിക്ക് വള്ളിയാക്കിയ മതി എന്ന് പറഞ്ഞിട്ട് രേണു നിൽക്കുകയാണ്. നല്ലയാ. അവർ പറയുന്ന അക്ഷരം പ്രതി അനുസരിക്കേണ്ട കാര്യം എനിക്കില്ല ചേച്ചി. അതുകൊണ്ട് ചേച്ചി പറയുന്നത് പിന്നെ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഞാൻ ചേച്ചിയോട് ഇപ്പൊ പറയാം. ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശ്രമിക്കുന്നു. എല്ലാവരും ഇപ്പൊ പറയുന്നത് ശ്രീതു ഒരു ഇതിട്ട് അതോളം സ്റ്റാൻഡ് നിലപാട്. ശ്രീതു എന്റെ ഫ്രണ്ട് ഒന്നുമല്ല. ശ്രീതു എന്റെ ഫ്രണ്ടേ ഇല്ല. ശ്രീതുവിനെ ഞാൻ ആലുവാണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും എനിക്ക് ശ്രീതുവിനില്ല. മനസ്സിലായോ? ഈ ശ്രീതു ആരാന്ന് മനസ്സിലായോ? ശ്രീതുവും രേണുവും സജീനയും കൂടെ ചേർന്ന് നിന്ന് മൂവർ സംഘമായിട്ടാണ് ഇവര് ഒരു സമയത്ത് വീഡിയോ മൊത്തം എടുത്തിരുന്നത്. അപ്പൊ ഇവര് ഒന്നിച്ചറിയാവുന്നവര്, ഇവര് ഫ്രണ്ട്സ് ഒന്നും അല്ല കേട്ടോ. ഇവര് മൂന്നുപേരും പരസ്പരം അറിയാവുന്നവര്. പക്ഷെ രേണു നിൽക്കുന്ന തോന്നിവാസത്തെ എല്ലാം സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഈ ശ്രീതു. ശ്രീതുവിലേക്ക് നമുക്ക് വരാം. ഇത് കേട്ടെ, ആദ്യം മൊത്തം കേട്ടിട്ട് നമുക്ക് ശ്രീതുവിലേക്ക് പോവാം. എന്റെ ഫ്രണ്ടാണ് ചേച്ചി. ശ്രീതു എന്റെ ഫ്രണ്ടില്ല. ഞാൻ ആദ്യമായിട്ട് ശ്രീതുവിനെ കാണുന്നത്, ശ്രീതുവിന്റെ ബ്ലോഗ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഉള്ള കാര്യം പറയാലോ, ഞാൻ കാണുന്ന ഒരു ഷൂട്ടിനാണ്. അപ്പൊ തൊട്ട് എന്റെ ഫ്രണ്ടായി. അല്ലാതെ ഞാൻ അവരെ മെസ്സേജ് പോലും ഞാൻ അയക്കാറില്ല. ചേച്ചിക്ക് ഞാൻ അയക്കാറില്ല. ഞാൻ ഒരു 10 വർഷം 20 വർഷം മുമ്പുള്ള ഫ്രണ്ട്സിനെ പോലും ഞാനൊന്നും ഒരു 5 മിനിറ്റ് പോലും കോൾ സംസാരിക്കാത്ത ഒരു വ്യക്തി. 20 വർഷം മുമ്പുള്ള ഫ്രണ്ടോ? രേണുവിനിപ്പോ 35 വയസ്സെന്നാ പറഞ്ഞത്. അപ്പൊ 20 വർഷം മുമ്പ് 25, 15 വയസ്സ് മുതലുള്ള ഫ്രണ്ട്സിനെ പോലും ഞാൻ മെസ്സേജ് അയക്കാറില്ല. ഞാൻ 2 വർഷം മുമ്പുള്ള ഫ്രണ്ട്സിന് പോലും മെസ്സേജ് അയക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ലോജിക് ഉണ്ടായിരുന്നു. 20 വർഷം മുമ്പുള്ള ഫ്രണ്ട്സിന് പോലും ഞാൻ മെസ്സേജ് അയക്കത്തില്ല. പിന്നാണ് ഇപ്പൊ പരിചയപ്പെട്ട ഫ്രണ്ട്. ഇത് എന്റെ കുഴപ്പമാണോ? അത് ഈ പുള്ളിക്കാര് തലതിരിഞ്ഞാണോ? ഇതിപ്പോ ഞാനാണോ തലതിരിഞ്ഞേ? രേണുസുതി. ഞാൻ 24 hours കിട്ടുവാണെങ്കിൽ 24 hours ഞാൻ പാട്ട് കേട്ടോണ്ട് അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റ റീൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. ഞാൻ ആരെയും ഫോണിൽ സംസാരിക്കാറില്ല. ചേച്ചിയുടെ അടുത്ത് ഇത്ര ആത്മാർത്ഥ ബന്ധം ഉണ്ടായിട്ട് പോലും അവരുടെ അടുത്ത് ഒരു 5 മിനിറ്റ് പോലും ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ ഒരിക്കലുമല്ല എന്റെ കോൺടാക്ട് ലിസ്റ്റ്. ഞാൻ വേണമെങ്കിൽ എന്റെ നമ്പർ തരാം. കോൺടാക്ട് നിങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ ബോധിപ്പിക്കുന്നത്? അല്ല അങ്ങനല്ല. ഒരു സജീന എങ്ങനെയെങ്കിലും ഒന്ന് പോസിറ്റീവ് ആകാൻ ശ്രമിക്കുക. ഞാൻ ഇവളെ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാറില്ല കേട്ടോ. ഞാനല്ല മറ്റേ കാര്യങ്ങളൊന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഞാനല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഫോൺ നമ്പർ തരാം, നിങ്ങൾക്ക് ലോക്സ് ചെക്ക് ചെയ്യാം. എന്തിനാ ഈ അവന്മാരെയൊക്കെ ബോധിപ്പിക്കുന്നത്? ഇവരൊക്കെ എന്ത് കാര്യത്തിന് ബോധിപ്പിക്കുന്നത്? നീയൊക്കെ ആരാ? കുറച്ചും കൂടെ പോസിറ്റീവ് കൊണ്ട് വിളമ്പടാ. നീയൊക്കെ
ഒരു കാര്യം പറയുമ്പോൾ അത് ചുമ്മാ ശരിയാ. എല്ലാവരും എന്തെങ്കിലും പറഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പൊ ചേച്ചി പറയുന്നത് എനിക്ക് കേൾക്കാം. കാരണം ചേച്ചി എനിക്ക് അതെ ചെവിക്കകത്ത് മറ്റേ കാണുന്നതിന്റെ കണ്ണിലാ കുരുവെന്ന് രേണു ഇറക്കി പറഞ്ഞു. അതിന്റെ ചെവിക്കകത്ത് കുരു ഇല്ലാത്തതുകൊണ്ട് രേണുവിന് സജീന ചേച്ചി പറയുന്നൊക്കെ കേൾക്കാൻ പറ്റും. സജീന ചേച്ചി പറയുന്നത് കേൾക്കുന്നുള്ളത് വ്യക്തമായി ഈ വീഡിയോ എവിഡന്റ് ആണ്. സജീന പറയുന്നത് അങ്ങനെ കേൾക്കുന്നുണ്ട്. അവരെ ഒന്ന് പറയാൻ നിങ്ങൾ സമ്മതിച്ചോ? അവര് പറയുന്ന പോയിന്റ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെങ്കിലും രേണുവിനെ ഒന്ന് പോസിറ്റീവ് ആക്കി എടുക്കാൻ വെള്ള പൂശാൻ ഒരു 3.5 ടൺ കുമ്മായം കൊണ്ട് ഇറങ്ങിയതാണ് സജീന. ആ കുമ്മായം മൊത്തം കറുത്തുപോയി. ഇതാണ് രേണു ഇറക്കിയ ഒരു ടെക്നോളജി. മനസ്സിലായോ? കറുത്തത് ഐ എം നോട്ട് ബോഡി ഷേമിങ്, ഓക്കെ? ഐ എം സെയിങ് അബൌട്ട് ദി മറ്റേ പതറ്റിക് സിറ്റുവേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ വീഡിയോ അല്ല ദിസ് സാധനം പറഞ്ഞു തന്നത് വീഡിയോ ഇറങ്ങാൻ ചേച്ചി ചെയ്യണു. മറ്റുള്ളവർ പറയുന്നതായിട്ട് എനിക്ക് പറഞ്ഞാൽ ഞാൻ പറയാം, ഞാൻ മൈൻഡ് ചെയ്തു. ചേച്ചി പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാൻ. അത് ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ ചേച്ചിയോടാനും പറഞ്ഞില്ല, ഞാൻ ശ്രദ്ധിക്കാം. ചേച്ചി പറഞ്ഞാൽ ഞാൻ കേൾക്കും. മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. കാരണം മറ്റുള്ളവരുമായിട്ട് എനിക്ക് അത് അധികം എന്താ പറയുക കോൺടാക്ട് ഇല്ല. അതായത് ഈ നെഗറ്റീവ് പറയുന്നവരുമായിട്ട് എനിക്ക് യാതൊരു ഇതില്ല. ചേച്ചിയായിട്ട് എനിക്കൊരു ബന്ധമുണ്ടാകും. ഞാൻ ചേച്ചി പറഞ്ഞാൽ കേട്ടിരിക്കും. അപ്പൊ നിങ്ങൾ വന്നത് അപ്പൊ നേരത്തെ തൊട്ടുള്ള ഫ്രണ്ടാണ് സജീന ഈ എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് പുഴുങ്ങാണ് സജീന. എന്നിട്ട് ലാസ്റ്റ് ഇതിനകത്ത് സജീന തന്നെ പറഞ്ഞു, ഞാൻ ഇനി അങ്ങനെ ഞാൻ ഇല്ല കേട്ടോ, ഞാൻ ഈ കളിക്കില്ല, എന്നെ വെറുതെ വിട്ടേരെന്ന് പറഞ്ഞ് സജീന ഊരാനുള്ള പരിപാടിയാണ്. ഈ സജീന ശരിക്കും ഭയങ്കര ഹൈലി ടാലന്റഡ് ആയിട്ടൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരുടെ ഒരു അവസ്ഥ, രേണു എന്ന് പറയുന്നത് തന്റെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്ത് അതിന്റെ പേരിൽ കേസ് വന്നു. നാട്ടുകാർ മൊത്തം ചീത്ത വിളിച്ചു. ഏതൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും ആരാണെങ്കിലും എന്റെ വീഡിയോ കാണുന്ന, എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ കണ്ടോ, ഈ കമന്റ് ബോക്സിൽ ഇവര് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളായിരിക്കും ഇടുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ആയിരിക്കും ഇടുന്നത്. ഇതാണ് ലോജിക് പരമായിട്ട് നടക്കുന്നത്. പക്ഷെ സജീനയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ്. സ്വന്തം ഓഡിയൻസിനെ കൊണ്ട് പോലും നെഗറ്റീവ് പറപ്പിക്കാൻ പറ്റുമോ സക്കീർ ബൈക്ക്? പക്ഷെ സജീന വ്ളോഗ്സിന് പറ്റും. ഇനി നമുക്ക് നൈസിന് ശ്രീതുവിലേക്ക് കയറാം. ഈ ശ്രീതു ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, രേണു ഫ്രണ്ട് അല്ലെന്ന് പറഞ്ഞു. ശ്രീതു പറയുന്നു ശ്രീതുവും രേണുവും സജീനും കൂടെ ഒന്നിച്ച് നിന്നിട്ടാണ് ഇടയ്ക്ക് കുറെ അപരാധങ്ങൾ പടച്ചുവിട്ടു, എല്ലാം ഒന്ന് തന്നെ പടച്ചു വിട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ശ്രീതു ഇപ്പൊ വന്നിട്ട് രേണുവിനെതിരെ സംസാരിച്ചു, സജീനെ സംസാരിച്ചു. പക്ഷെ സജീന ഓന്ത് നിറം മാറുന്നതിലും വേഗത്തിൽ മാറി. ഓന്ത് നിറം മാറുന്നതിലും വേഗത്തിൽ സജീന നിറം മാറി. ഞാൻ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോസിറ്റീവ് ആട്ടോ എന്ന് പറഞ്ഞിട്ട് സജീന നൈസിന് പ്ലേറ്റ് കമത്തി. പക്ഷെ ശ്രീതു ഇപ്പോഴും മറ്റേ ഒരു ആനകുത്തം വന്നാലും നെഞ്ചും പിരിച്ച് നിൽക്കുന്ന പോലെ ആ നെഗറ്റീവ് ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് നിന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീതു പറഞ്ഞു നിൽക്കുന്നുണ്ട്. എനിക്ക് അതിയായ റെസ്പെക്ട് തോന്നി അവരോട്. കാരണം അവര് കൂടെ നിന്നതിന് ശേഷവും തോന്നിവാസം എന്ന് മനസ്സിലായപ്പോ അവര് അതിനെതിരെ സംസാരിച്ചു. ഇപ്പോഴും അവർ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇനി ഇതൊരു കളിയാണെങ്കിൽ ഓസ്കാർ അവാർഡ് ഞാൻ മേടിച്ച് തരും ഞാൻ. ബാക്കി ശ്രീത് പറയുന്നത് കേൾക്കാം. അടുത്ത് സജീന ചേച്ചി വന്ന് ചോദിച്ചത് വേറൊന്നുമല്ല, രേണു നിന്നെ നെഗറ്റീവ് പറയുന്നവർക്കുള്ള മറുപടി എന്നല്ല പറഞ്ഞത്. നിന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് നീ കൊടുക്കേണ്ട മറുപടി. നിന്നെ സപ്പോർട്ട് ചെയ്തവർ ഇത്രയും നെഗറ്റീവ് വന്ന്, ഇപ്പൊ ഞാനും സജീന ചേച്ചി ഇത്രയും ഒത്തിരി വീഡിയോസ് ഇട്ടിട്ട് ഞങ്ങൾക്ക് കൂടെ ഒത്തിരി പേര് നെഗറ്റീവാണ്. ഇന്നും നമുക്ക് ഇപ്പോഴും നെഗറ്റീവാണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവിലും നിന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് നിന്റെ അടുത്ത് ആ ഒരു വീഡിയോയിൽ ചോദിച്ചത്. നീ അങ്ങ് കാലിന്റെ പുറത്ത് കാല് വിട്ട് എന്താ വലിയൊരു നേതാവിനെ പോലെ നീ ആരടുത്താണ് കളിക്കുന്നത്? റെസ്പെക്ട് ചെയ്യണ്ട. നിന്നെ നെഗറ്റീവ് പറയുന്നിടത്ത് നീ റെസ്പെക്ട് ചെയ്യണ്ട. നിന്നെ ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരില്ലേടെ, അവരെങ്കിലും ഒന്ന് ബഹുമാനിച്ചൂടെ? ബഹുമാനം രേണുവിനോട് അല്ലേ സംസാരിക്കുന്നത്? ബഹുമാനം, റെസ്പെക്ട്. രേണു കഴിഞ്ഞ ദിവസം മേടിച്ച നിഘണ്ടുവിന്ന് വരെ ഇതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇതൊന്നും രേണുവിനില്ല. ഇത് ശ്രീധുവിന് ഇത് ഇപ്പോഴാണ് പിടികിട്ടിയ സംഭവം ഇല്ലയോ? നമ്മൾ അപ്പോഴേ പറഞ്ഞില്ലേ പണി കിട്ടും നിങ്ങൾ കേട്ടില്ലല്ലോ. ഇപ്പൊ സമാധാനമായല്ലോ. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പോസിറ്റീവ് ആക്കി വെള്ളപൂശാൻ ശ്രമിച്ച നിങ്ങളെയൊക്കെ പോലും തിരിച്ചത്. ഫ്രണ്ടോ? ശ്രീധുവിന്റെ ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? എനിക്കറിയാൻ പാടില്ല ശ്രീധുവിനെ എന്നുള്ള രീതിയിലാണ് രേണു സംസാരിച്ചത്. ശ്രീധു പറയുന്നുണ്ട് ഞങ്ങൾ അത്ര അടുത്ത ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല എന്നുള്ളത്. പറ. ഇതിൽ ശ്രീതു ഇപ്പൊ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് കേട്ടോ. ശ്രീതു ഇപ്പൊ കുറച്ച് ബോധോദയം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ബോധോദയം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, കൂട്ടുകാരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ സംസാരിച്ചാണ്. പക്ഷെ മനസ്സിലായി, വെളുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളോട് കറുത്ത് കരികട്ടായി പോകുന്നു. അതുകൊണ്ട് ഇവരൊക്കെ ബാക്ക് സ്റ്റെപ്പ് എടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഈ കിടന്ന് കാണിക്കണേ? സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സങ്കടം തോന്നി. സജീന ചേച്ചിയോട് സങ്കടം തോന്നി. ഇത്രയും ദിവസം ഇവളെ സപ്പോർട്ട് ചെയ്ത നമ്മളെ ഓരോരുത്തരോട് എനിക്ക് വിഷമമാണ് തോന്നിയത്. നിങ്ങൾക്കൊക്കെ എന്ത് വിലയാണ് കൊടുത്തിട്ടുള്ളത്? നിങ്ങൾക്ക് എനിക്ക് വല്ലാത്ത സന്തോഷം എനിക്ക് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഉമ്മാർ എനിക്ക് ഇൻബോക്സിൽ വന്നേക്കുന്ന തെറി നിങ്ങൾ കേൾക്കണം. ഞാൻ ഇവരെ കാണിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബ് എന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് വെളിയത്തുള്ളൂ.
അമ്മാതിരി അപരാധങ്ങളാണ് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ എനിക്ക് ഒന്ന് മെസ്സേജ് ആയിട്ട് അയക്കുന്നത്, പേഴ്സണൽ മെസ്സേജ് ആയിട്ട്. ഏതോ ഒരു ഭ്രാന്ത് പിടിച്ചൊരു, ഞാൻ അവന്റെ പേര് പറയുന്നില്ല, അവിടെ മാറി നിനക്കൂടെ ഉള്ളതാടാ ഇത്, നീ മേടിച്ചിട്ട് പോ, നീ ഞാൻ രേണുവിനെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, നീ എന്റെ കമന്റ് ബോക്സ് എന്നിട്ട് എനിക്കിട്ട് അടിച്ചു തന്നത്, സന്തോഷമായല്ലോ, നിനക്കുള്ളത് രേണു നേരിട്ട് വന്നല്ലോ, മേടിച്ചോ എല്ലാവരും മേടിച്ചോ. ശ്രീത് പറഞ്ഞോളെ, എന്ത് വിലയാണ് രേണു നീ അവർക്ക് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്? എന്ത് വിലയാണ്? പട്ട് വിലയാണ് ഈ സപ്പോർട്ട് ചെയ്തവർക്ക് രേണു ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. രേണുവിന്റെ ആ ഒരു ഇതിനകത്തുള്ളതാണ്, ഒരു ജനറ്റിക്സിലുള്ളതാണ്. നമ്മളെ സഹായിച്ചിട്ടുണ്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, തിരിഞ്ഞ് കൊത്തിയിരിക്കും, യാതൊരു ചമച്ചവും ഇല്ല, അങ്ങനെ നമ്മൾ ചെയ്തിരിക്കും. സജീനയുടെ പാവം, എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ സജീനയുടെ. പോട്ടുമല്ല, സാരമില്ല, എല്ലാം ശരിയാവും. മാറി അപ്പുറത്തെ റൂമിൽ പോയിരുന്നു, ഒരു കുറച്ച് നേരം കരഞ്ഞിട്ടിങ് വന്നാൽ എല്ലാം സെറ്റാവും. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, ഒന്നുമില്ലെങ്കിലും നിനക്കെതിരെ വന്ന നെഗറ്റീവ് ഇതല്ല ആ ഒരു നെഗറ്റീവ് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോസും പബ്ലിക് ഈ ഒരു യൂട്യൂബിൽ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരെങ്കിലും ഉള്ളത്. കറക്റ്റ്. ഇവരാണ് രേണുവിനെ ഏറ്റവും കൂടുതൽ വെളുപ്പിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് പോലും പുല്ല് വിലയാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് ഇതിനകത്ത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ രേണുവിന്റെ കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കുക, നിങ്ങൾക്ക് കൂടെ നിൽക്കാം, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഒപ്പോസ് ചെയ്യാം, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഞാൻ ഒപ്പോസ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങളെല്ലാം ഒപ്പോസ് ചെയ്യണമെന്ന് എനിക്കില്ല. ഞാൻ ഒപ്പോസ് ചെയ്യുന്നത് രേണുവിനല്ല, രേണു നൽകുന്ന ചില പ്രവർത്തികളെ, രേണു പറയുന്ന ചില പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ എതിർക്കുന്നത്. പക്ഷെ കൂടെ നിൽക്കുന്നവന്റെ കുതുകാലി വെട്ടാൻ പറ്റുമോ സക്കീർ ബൈക്ക്? പക്ഷെ രേണുവിന് പറ്റും. നീയൊക്കെ നെഗറ്റീവോ എന്തൊരു പുല്ലു ആയിക്കോ, നീ പോസിറ്റീവ് ആയിക്കോ, ഐ ഡോണ്ട് കെയർ, ഐ ആം ഓൺ മൈ ഓൺ ഫീറ്റ്, ഐ വാണ്ട് ടു മേക്ക് മണി, ഐ വാണ്ട് ടു നോക്കൽ ഓഫ് മൈ പിള്ളേർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേണുവിന്റെ ഒരു മാസ്മരിക പ്രകടനം വന്നുകൊണ്ടിരിക്കുന്നത്. സജീനയുടെ ആ വ്ളോഗ്സിൽ എനിക്ക് ഭയങ്കര അഹങ്കാരമായിട്ടാണ് എനിക്ക് രേണുവിനെ ഫീൽ ചെയ്തത്. നെഗറ്റീവ് പറയട്ടെ, അവര് നെഗറ്റീവ് പറയട്ടെ, സപ്പോർട്ട് ചെയ്തമാര് എന്ത്, അവര് പൈസ ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്, അവന്മാര് പൈസ ഒന്നും തന്നില്ലല്ലോ. നമുക്ക് ശ്രീത് പറയുന്നത് കുറച്ച് റിലവന്റ് പോയിന്റ് കൂടെ കേൾക്കാം. പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അണ്ണാക്കിൽ കിട്ടും, നിങ്ങൾക്ക് കിട്ടുമ്പോഴേ നിങ്ങൾ പഠിക്കുള്ളൂ, അങ്ങനെ. നമ്മൾ അപ്പഴേ പറഞ്ഞില്ലയോ, കിട്ടിയല്ലോ, സന്തോഷമായല്ലോ, ശ്രീധുവിന് സമാധാനമായല്ലോ, വേറെ പറഞ്ഞില്ലയോ? എപ്പോഴാണ് പുള്ളിക്കാരിക്ക് എന്നിട്ട് സത്യം മനസ്സിലാക്കി, സത്യം നേരത്തെ മനസ്സിലായി, ഇപ്പോഴാണ് സത്യത്തിന്റെ വശത്തെ പുള്ളിക്കാരി നിന്നത്, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിക്കാരിക്ക് അടിച്ചു കൊടുത്ത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കേൾക്കാതെ നമുക്കുള്ള നെഗറ്റീവ്, നല്ല രീതിയിലുള്ള നെഗറ്റീവ് ഇമേജ് ഉണ്ട്, നല്ല രീതിയിൽ നീ വിചാരിക്കുന്നത് പോലെയല്ല. എന്തായാലും നീ എന്റെ ഈ ഒരു വീഡിയോ കാണുമെന്നുള്ള കാര്യം എനിക്കറിയാം. നല്ല രീതിയിൽ ഉള്ള നെഗറ്റീവ് ഇമേജ് ഉണ്ട്. സജിന ചേച്ചിക്ക് ഒരു കേസ് ഉണ്ട്. സജിന ചേച്ചിയുടെ തലയ്ക്ക് വട്ടാണ് ഒരു കേസ് എടുത്ത് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. സ്വന്തമായിട്ട് വല്ല പിടിച്ചു പറിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ പോയിട്ട് ഒരു കേസ് വന്നാൽ അന്തസ്സുണ്ട് ആ ഒരു കേസ്. ശരി, ഓക്കെ, നമ്മൾ ചെയ്തിട്ട് ഇത് നിനക്ക് സപ്പോർട്ട് ചെയ്തു എന്ന പേര് പറഞ്ഞ് മാത്രം സജീന എന്ന് പറയുന്ന വ്യക്തിക്ക് വന്ന ഒരു കേസാണ്. അങ്ങടെ അനുഭവിക്കുക. കർമ്മ ഈസ എറിഞ്ഞ തിരിച്ചിരുന്ന സാധനം. ഇത്രയും നാട്ടുകാരെ വെറുപ്പിച്ച രേണുവിനെ സപ്പോർട്ട് ചെയ്ത സജിനയ്ക്ക് കിട്ടിയൊരു പണിയായിട്ട് കണ്ടാൽ മതി. സജിനയ്ക്കാണെങ്കിൽ ഇപ്പോഴും ആ കേസ് നിർത്താമെന്ന് തോന്നുന്നു, പക്ഷെ സജിന അത് നിർത്താനുള്ള ഒരു രീതിയിലേക്ക് പോയിട്ടില്ല. എന്തായാലും കൊള്ളാം, ഇതൊക്കെയാണ് ഇപ്പോ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ അക്ഷയ് ദാസേട്ടൻ ഉറപ്പായിട്ടൊരു ദിവസം തിരിഞ്ഞു പറയും. അപ്പൊ ആ ഒരു സാധനത്തിന് വേണ്ടി ഐ ആം വെയിറ്റിംഗ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ്